ഇന്ന് ഞാൻ ആക്സെൻസിലെ ഒരു പുതിയ പെർഫ്യൂം പരിചയപ്പെടുത്താം. ആക്സെൻസ് ഇന്റിമേറ്റ്. എൻ്റെ കയ്യിലുള്ളത് ഇത് ഇങ്ങനെ ഒരു ബോട്ടിലാണ് കേട്ടോ. ഇങ്ങനെയല്ല നിങ്ങൾക്ക് കിട്ടുക. ഇത് എൻ്റെ മോള് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബോട്ടിൽ നിറച്ച് വെച്ചതാണ്. ഞാൻ ആക്ച്വലി അവളുടെ കൂടെ ഒരു വീഡിയോ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും അതേപോലെ ഈ ടോയ് ബോയ് ഒക്കെ കാണിച്ചിട്ട്. എന്തായാലും ആ വീഡിയോ ഞാൻ എപ്പോഴെങ്കിലും പബ്ലിഷ് ചെയ്യാം. ഓക്കെ, ഇതിൽ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഇതിൽ ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്താണ്. ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ റീഫില്ലബിൾ ആയതുകൊണ്ട്. ഓക്കെ, നോർമലി കിട്ടുന്നത്, ഇനി ഡൗട്ട് ഉള്ളവർക്ക് ഇങ്ങനത്തെ 8 ml ബോട്ടില്, പിന്നെ ഇതുപോലത്തെ 20 ml ബോട്ടില്, 50 ml ഇതിന്റെ ഒരു സൈസിലാവും. ഇത് 100 ml ആണ്, ഇതിന്റെ ചെറിയതാണ് 50 ml വരെ. സോ അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പെർഫ്യൂംസ് വാങ്ങിക്കാൻ കിട്ടുക. അപ്പോൾ ഈ ഇന്റിമേറ്റ് എന്നുള്ളത് ലൂയി വിത്തോൺ ഇമാജിനേഷന്റെ ഇൻസ്പയർഡ് ആണ്. നമ്മുടെ എഡ്സെൻസിൽ ഓൾറെഡി ഒരു ഇമാജിൻ ഉണ്ട്. ഇത് അതിൽ നിന്ന് കുറച്ചും കൂടി ഒരു വ്യത്യാസമുള്ള ഒരു വൈബാണ്. അപ്പോൾ ഇതെന്താ കാര്യം എന്ന് വെച്ചാല്, ഇതിന്റെ ഫ്രാഗ്രൻസ് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. അതായത് ഇത് മറ്റതില് കുറച്ചൊരു സോപ്പി പോലെയാണ് നമ്മുടെ ഇമാജിനിൽ വരിക. ഇതിൽ കുറച്ചൊരു ഗ്രീൻ ലീവ്സ്, ജിഞ്ചർ, ഗ്രീൻ ടീ ലീവ്സ്, ജിഞ്ചർ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ്. അപ്പൊ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ, ഇത് രണ്ട് പെർഫ്യൂമറി തന്നതാണ്. അതാണ് വ്യത്യാസം. ഫ്രാഗ്രൻസ് എല്ലാത്തിന്റെയും ഡ്രൈഡോൺ എല്ലാം ഒരുപോലെ പോകും. ഓപ്പണിങ്ങിലുള്ള ചെറിയ വ്യത്യാസങ്ങളാണ്. അപ്പോൾ അതാണ് വ്യത്യാസങ്ങൾ. പെർഫോമൻസിലും വ്യത്യാസമൊന്നുമില്ല. ഇത് 2 hours ലെവലിൽ പ്രൊജക്ട് ചെയ്യും. അവിടെ നിന്ന് ഒരു 6 hours വരെ ലാസ്റ്റിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ നോട്ട്സ് പറയുകയാണെങ്കിൽ, ഓപ്പണിങ്ങിൽ ഒരു ഫ്രഷ്നെസ് ആണ്, സാധാരണ ഒരു ബർഗമോട്ട് കൈൻഡ് ഓഫ് ഒരു ഫ്രഷ്നെസ് ഉണ്ട്. പിന്നീട് ഡ്രൈ ഡൗൺ ചെയ്യുമ്പോൾ ചെറിയൊരു സിനമൺ, ജിഞ്ചർ, അങ്ങനത്തെ ഒരു സ്പൈസി നോട്ട്സും അതിന്റെ കൂടെ തന്നെ ചെറുതായിട്ടൊരു ഗ്രീൻ ടീന്റെ നോട്ട്സും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ചെറുതായിട്ടൊരു ലെമൺ ഗ്രാസ് പോലത്തെ ഒരു സാധനം, അങ്ങനത്തെ ഒരു വൈബിലേക്കാണ് പിന്നെ ഈ പെർഫ്യൂം പോകുന്നത്. പക്ഷേ നിങ്ങൾ EM5ന്റെ ഇമാജിനേഷൻ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ ലെമൺ ഗ്രാസ് ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു ലെമൺ ഗ്രാസ് കുത്തലൊന്നും ഇവിടെ ഇല്ല. അല്ലാത്ത ഗ്രീൻ നോട്ട്സേ ഉള്ളൂ, പ്ലീസിങ് ആയിട്ടുള്ള ഗ്രീൻ നോട്ട്സ്. പിന്നെ ഒരു നെരോലി ടച്ചും വരുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ വരുന്ന ഒരു പെർഫ്യൂമാണ്. അതിനേക്കാൾ കുറച്ചും കൂടി പോളിഷ്ഡ് ആയിട്ട് എനിക്കത് തോന്നി. അപ്പോൾ അത് ഞാൻ നമ്മുടെ പ്രൊഡക്റ്റ് ആയതോട് പറയല്ല, ഇത് ഓരോ പെർഫ്യൂമറീസ് ഉണ്ടാക്കുന്നതാണ്, അല്ലാതെ നമ്മൾ ഇവിടെ വെച്ചിട്ട് റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നൊന്നും അല്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയത് അതിനേക്കാൾ കുറച്ചും കൂടി നല്ലതായതുകൊണ്ട് നല്ലത് എന്ന് പറയണോ, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും അതാണ് അതിന്റെ ഫ്രാഗ്രൻസ് വരുന്നത്. ഇതൊരു ഓഫീസ് ഫ്രണ്ട്ലി പെർഫ്യൂം ആണ്. പിന്നെ എന്താ പറയാ, പുറത്തോട്ടൊക്കെ പോയാൽ അങ്ങനെ ലാസ്റ്റ് ചെയ്യൊന്നുമില്ല. പിന്നെ ലോഞ്ചിവിറ്റി ഞാൻ പറഞ്ഞു 6 hours വരെ കിട്ടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് ഇപ്പോൾ ഓഫർ പ്രൈസ് ഈ ഒരു September 7th വരെ 20 ml 390, 50 ml 790 ഓണമായിട്ടുള്ള ഓഫറാണ്. നോർമലി ഇതിന്റെ പ്രൈസ് വരുന്നത് 8 ml 220, 20 ml 420, പിന്നെ 50 ml 850, അങ്ങനെയാണ് പ്രൈസ് വരിക. ഞാൻ വീഡിയോയിൽ സാധാരണ പ്രൈസ് പറയാറില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് ചിലർ ഇതിന്റെ സ്ക്രീൻഷോട്ടും അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ആ പാർട്ട് കട്ട് ചെയ്തിട്ടൊക്കെ അയച്ചു തരും. എന്നിട്ട് പറയും, നിങ്ങൾ വീഡിയോയിൽ പറയുന്നത് ഒരു പ്രൈസും ഇപ്പൊ പറയുന്നത് വേറൊരു പ്രൈസുമാണ്, നിങ്ങൾ പ്രൈസ് കൺസിസ്റ്റന്റ് അല്ല എന്നൊക്കെ പറയും. അത് ഈ സാപ്പിളിന്റെ ഒക്കെ കേസിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ ഇത്രയും പഴയ വീഡിയോ എടുത്തിട്ട് ചോദിക്കുമ്പോൾ അന്നത്തെയും ഇന്നത്തെയും ഒരു മണി വാല്യൂല് വ്യത്യാസമല്ലേ. ഇതിപ്പോ നമുക്കൊരു പെർഫ്യൂമറി തന്നതാണ്. ഇനി ഒരു 2 years കഴിഞ്ഞാൽ ഇതേ പ്രൈസിന് തന്നെ കിട്ടുകയാണെങ്കിൽ ഇതേ പ്രൈസിന് തന്നെ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാം. അതല്ല അവർ പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമ്മളും പ്രൈസിൽ മാറ്റങ്ങൾ വരുത്തൂലേ. ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. കുറഞ്ഞ കേസസും ഉണ്ട്. കുറഞ്ഞിട്ടും പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ഉണ്ട്. മറാക്കുജിന്റെ പ്രൈസ് കുറച്ചിട്ട് അത് നിങ്ങൾ പ്രൈസ് കൺസിസ്റ്റന്റ് അല്ല, നിങ്ങൾ തോന്നിയ പോലെ പ്രൈസ് ഇടുകയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും ആൾക്കാരുണ്ട്. ഒന്നും പറയാനില്ല. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നവരെ മനസ്സിലാക്കും, അല്ലാത്തവരെ ജസ്റ്റ് ലീവ് ഇറ്റ്, അത്രേ ചെയ്യാറുള്ളൂ. അപ്പൊ എന്തായാലും പ്രൈസ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാണ്, ഇത് ഇപ്പോഴത്തെ പ്രൈസ് ആണ്. ഫ്യൂച്ചറിൽ ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ പറയാം. ഡിപ്പെൻസ് ഓൺ നമുക്ക് എന്ത് പ്രൈസിന് കിട്ടുന്നു, അങ്ങനെ അത്ര ഉള്ള. അതല്ലാതെ ഇതിൽ വേറെ ഒരു കാര്യമില്ല. ചിലർ ചോദിക്കും ലോഞ്ചിവിറ്റി അനുസരിച്ചാണോ പ്രൈസ് എന്നുള്ളത്. അതും അല്ല, നമുക്ക് എന്ത് പ്രൈസിന് കിട്ടണം അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആയിരിക്കും കസ്റ്റമർക്ക് കിട്ടുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം.